കേരളത്തിൽ ഏറ്റവും അധികം പരസ്യം വന്നത് രാജസ്ഥാനിൽ നിന്നാണ്. രാജസ്ഥാനിലെ നേട്ടം ഗെലോട്ടിൻ്റെ, സച്ചിൻ പൈലറ്റിൻ്റെ നേട്ടങ്ങളാണ്. ഇപ്പോൾ നോക്കുക, എല്ലാ ദിവസവും തെലങ്കാനയുടെ നേട്ടം വരുന്നത്. ഇത് മാധ്യമ മാനേജ്മെന്റ് എല്ലാവർക്കും അറിയാം. 3 ജാക്കറ്റ് കിട്ടി. ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ കർണാടകയുടെ. കാരണം അവിടുത്തെ ക്യാബിനറ്റ് പദവിയുള്ള ആളാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ കാരശ്ശേരി മാഷ് പറഞ്ഞതായിട്ട് കണ്ടു, ഈ തെരഞ്ഞെടുപ്പിൽ കൂടി തോറ്റാൽ കോൺഗ്രസ്സുകാരെല്ലാം BJP-യിലേക്ക് പോകുന്നു. തോൽക്കാതെ തന്നെ പോകുന്നുണ്ട്, തോൽക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എങ്ങനെയുണ്ട് തിരുമേനി പ്രസംഗം എന്ന് വെച്ചു? ഗംഭീരായിരിക്കുന്നു. കല്ല് വച്ച നുണ സത്യമെന്ന മട്ടിൽ ഇത്രയും തന്മയത്വത്തോടെ പറയാൻ ഭൂലോകത്ത് വേറൊരാളും അങ്ങേപ്പോലും ഉണ്ടാവില്ല. അദ്ദേഹമാണല്ലോ ഇപ്പൊ പറഞ്ഞത്, ചെറുപ്പക്കാരെല്ലാവരും അങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയുന്നത്. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകം എന്ന് വെച്ചാൽ ഇന്ത്യ കണ്ട എക്കാലത്തെയും വർഗീയവാദികളിൽ ഏറ്റവും മുമ്പനായിട്ടുള്ള ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി RSS ക്ഷണിക്കുന്നത് കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവിനെയാണ്. എന്തുകൊണ്ട് തെലങ്കാന സ്റ്റോറി ആരും ഉണ്ടാക്കിയെന്നില്ല? എന്തുകൊണ്ട് ഹിമാചൽ സ്റ്റോറി ആരും ഉണ്ടാക്കിയില്ല? കാരണം ആ സ്റ്റോറിക്ക് ഗുജറാത്ത് സ്റ്റോറിയും UP സ്റ്റോറിയായിട്ട് വ്യത്യാസം ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും കേരളത്തിലെ ന്യൂനപക്ഷത്തെ RSSന്റെ അറവുശാലയിലേക്ക് നയിക്കാൻ പാടില്ല. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും അതിനെതിരായ വിശാല വലതുപക്ഷ കൂട്ടായ്മയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ UDF കണ്ട മാർഗം CPIM-ൽ നിന്നും ന്യൂനപക്ഷത്തെ അടർത്തുക എന്നതാണ്. യാഥാർത്ഥ്യങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് കള്ളപ്രചരണങ്ങൾ UDF നടത്തുന്നത്. എന്നോടൊപ്പം CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും വ്യവസായ മന്ത്രിയുമായ P. രാജീവ്, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M. സ്വരാജ് എന്നിവരാണുള്ളത്. ആദ്യം ശ്രീ P. രാജീവ്, നോക്കൂ, സർക്കാരിനെ വലിച്ച് താഴെയിട്ട് കളയുമെന്നാണ് അമിത്ഷാ ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. അതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പ്രതികരിക്കും. അത് കഴിഞ്ഞ ശേഷം അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് തോന്നുന്നു. അതിന് ഈ തടി പോരാ, അത് കുറച്ചൊരു വെള്ളം കൂടുതലാണെന്നാ തോന്നുന്നത്. തടിയുടെ പട്ട് കാണും. പിന്നെ അമിത്ഷാ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും പ്രയോഗിച്ചാണ്. നമുക്ക് ഈ RSSന്റെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് 10 വർഷത്തെ ഭരണം ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റേതൊരു പ്രതിപക്ഷ സർക്കാരിനെയും നേരിട്ടതിനേക്കാൾ ആഴത്തിൽ കേരളത്തെ നേരിടാൻ വേണ്ടി സംഘപരിവാറും അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായി ഞെരുക്കുക, കേന്ദ്ര പദ്ധതികൾ നൽകാതിരിക്കുക, സിനിമയുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്തുക, വർഗീയമായി ധ്രുവീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും, അതിനെ അസാധാരണ വൈഭവത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംസ്ഥാന സർക്കാരും നേരിട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യനയത്തിൻ്റെ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാൾ 153 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഓർക്കുന്ന പഴയ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗമുണ്ടല്ലോ. അതായത് മറ്റെല്ലാ BJP ഇതര മുഖ്യമന്ത്രിമാരെയും ജയിലിലടച്ചു, എന്തുകൊണ്ടാണ് കേരളത്തിൽ പിണറായി വിജയനെ ജയിലിലടക്കാത്തത് എന്ന്. അപ്പോൾ തലപീഠത്തിൽ വെച്ചു കൊടുക്കുന്ന പണി കോൺഗ്രസിൻ്റെതും അത് വെട്ടുന്ന പണി BJP-യുമാണ് നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആ ഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞ ബൈറ്റും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലും ഇത് ആവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ ഒരു മന്ത്രിസഭാംഗം എന്നുള്ള നിലയിൽ, CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഈ പ്രതിരോധത്തെ എങ്ങനെയാണ്? അല്ല, അതിലിപ്പോൾ നികേഷ് കാണിച്ച മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗം ഉണ്ടല്ലോ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CPM ഇതര അല്ലെങ്കിൽ ഇടതുപക്ഷ ഇതര ഒരു രാഷ്ട്രീയ മേധാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മേധാവ് ഇത്രയും ശക്തമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിലപാടുകൾക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ടാവും? കോൺഗ്രസിൻ്റെ ആളുകളുടെ പ്രസംഗത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയി കെട്ടിപ്പിടിക്കുകയും ചുംബനം പാർലമെൻറ്റിൽ നമ്മൾ കാണുകയുണ്ടായല്ലോ. അപ്പോൾ അത്രയും ശക്തമായ നിലപാടാണ് ഇടതുപക്ഷം എപ്പോഴും സ്വീകരിക്കുന്നത്, ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിൽ ഇവരുടെ BJP-യുടെ പ്രശ്നം എന്ന് വെച്ചാൽ, BJP ഇപ്പോൾ ത്രിപുരയിൽ അവർക്ക് വിജയം നേടിക്കഴിഞ്ഞ ഘട്ടത്തിൽ പ്രത്യയശാസ്ത്രപരമായ വിജയമെന്നാണ് പറഞ്ഞത്. ചെറിയൊരു സംസ്ഥാനമാണെങ്കിൽ പോലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള വിജയം. അപ്പോൾ അതുകൊണ്ട് തന്നെ CPIM-നെ അവർ ഭയപ്പെടുന്ന 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രത്യയശാസ്ത്ര പ്രശ്നം തന്നെ. അവർ ഈ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടുള്ളതാണ്. അവർ ആന്തരികമായിട്ടുള്ള ശത്രുക്കളായി തന്നെ, ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. 2, CPM ആണ് ഇപ്പോൾ അധികാരത്തിൽ 10 വർഷം ഇരുന്നില്ലേ.
ഈ 10 വർഷം കേരളം ഒരു ധ്രുവീകരണത്തിനും വഴിയൊരുക്കിയില്ല. ഒരു വർഗീയ കലാപവും നടന്നില്ല. അവരുടെ അജണ്ടകൾ വഴി വേണമെങ്കിൽ വർഗീയ കലാപങ്ങളിലേക്ക് വഴിതെറ്റി വീഴാവുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഗവൺമെൻറ് സ്വീകരിച്ച ശക്തമായ നിലപാടുകളും നടപടികളും മൂലം അത്തരം കാര്യങ്ങളൊന്നും കേരളത്തിലുണ്ടായില്ല. അപ്പം ഇനിയിപ്പോൾ എങ്ങനെ അധികാരത്തിലോ ഈ ധ്രുവീകരണം വഴിയുള്ള കാര്യത്തിലേക്ക് അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. പിന്നെ കോൺഗ്രസ് ആണെങ്കിൽ കുറച്ച് സൗകര്യമുണ്ട്. കോൺഗ്രസ് തോൽക്കുന്ന കോൺഗ്രസിനേക്കാളും മതനിരപേക്ഷ കേരളം ഭയപ്പെടേണ്ടത് ജയിക്കുന്ന കോൺഗ്രസിനെയാണ്. തോറ്റ കോൺഗ്രസ് ഒരാൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയുള്ള പ്രശ്നമല്ല ഉള്ളത്. നമ്മുടെ മുൻപിലുള്ള അനുഭവങ്ങൾ ഇപ്പോൾ ആസാമിലെ മുഖ്യമന്ത്രിയുടെ കണ്ടല്ലോ, വെടിവെച്ച് ആ ദൃശ്യത്തിനെ അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ അയാളിൽ രൂപപ്പെട്ടത് എങ്ങനെയാണ്? അതാണ് നേരത്തെ നികേഷ് ചോദിച്ചത്, തല വെച്ച് കൊടുത്തിട്ട് ആ മാനസികാവസ്ഥ രൂപപ്പെടുത്തി കൊടുത്തത് കോൺഗ്രസ് ആണ് അങ്ങനെ മാനസികാവസ്ഥ ഒരാളെ രൂപപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ അത്തരം ഘട്ടത്തിൽ ഇടതുപക്ഷമാണ് ഇതിനൊന്നും വഴങ്ങാതെ നിൽക്കുന്നത്. ജയിച്ച കോൺഗ്രസിനെ വെച്ച് നേരത്തെ 30 സീറ്റ് കിട്ടിയാൽ പോലും ഭരണം കിട്ടുമെന്ന് പറഞ്ഞൊരു കേവലം ഒരു തമാശയായിട്ടല്ല, ഈ അജണ്ട മനസ്സിലുള്ളത് കൊണ്ടാണ്. ഇടതുപക്ഷം എന്നുള്ളത് BJP നന്നായി ഭയപ്പെടുന്ന ഒന്നാണ്. കോൺഗ്രസ് ഇപ്പോൾ വഴി വെട്ടിക്കൊണ്ടിരിക്കുന്നത് BJPക്ക് വേണ്ടിയാണ്. അതാണ് ഇപ്പോഴത്തെ അവരുടെ ഈ പ്രശ്നങ്ങളിലെല്ലാം കാണുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ക്ഷേത്ര പ്രശ്നം, ഇപ്പോൾ ആദ്യമായി രാമരാജ്യം എന്ന മുദ്രാവാക്യം തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത് BJP അല്ല, ഇന്ത്യയിൽ രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം മാറ്റിയിട്ടാണ് ഫൈസാബാദിലേക്ക് പോകുന്നത്. അത് മണിശങ്കർ അയ്യർ അന്നത്തെ പ്രസംഗം താൻ എഴുതി കൊടുത്ത പ്രസംഗമല്ല അവിടെ വായിച്ചതെന്ന്. പിന്നെ ഇന്നല്ല, ഈ വിവാദങ്ങളൊന്നും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അകലാതിരുന്ന ഒരു കാലത്ത് പോലും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് രാമരാജ്യം പ്രഖ്യാപിച്ചത്. അതിനു മുൻപാണ് ശിലാന്യാസത്തിന് അനുമതി നൽകിയത്. അതിനു മുൻപാണ് താക്കോല് തുറക്കാൻ കൊടുത്തത്. അതിന് നേട്ടമാരുണ്ടാക്കി. ഇപ്പോൾ ഇവിടെ ക്ഷേത്ര രാഷ്ട്രീയം കൊണ്ടുവരുന്നതും BJPക്ക് വരാനുള്ള ഒരു അവസരം ഒരുക്കാനാണ്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് എല്ലാ മതനിരപേക്ഷ ശക്തികളെയും ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഗവൺമെൻറ് എല്ലാവരുടേതുമാണ് എന്നതാണ് കഴിഞ്ഞ 10 കൊല്ലത്തെ ശരിയായ അനുഭവം എന്നുള്ളത്. ഷിം സ്വരാജ്, ന്യൂനപക്ഷത്തിനൊപ്പം ചേർന്നുകൊണ്ട് നിൽക്കാൻ CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കഴിഞ്ഞിട്ടുണ്ടോ? കൊലപാതകം, അപഹരണം, നിയമവിരുദ്ധമായ പിന്തുടരൽ, ഇങ്ങനെയുള്ള ഗുരുതരമായ കേസുകളൊക്കെ നേരിടേണ്ടി വന്നത് ആരായിരുന്നതും സ്വയം അമിത്ഷാ ഒന്ന് ചിന്തിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ കൃത്യമായി പേര് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുന്നതിന് ഒരിക്കലും മടി കാണിച്ചിട്ടില്ല CPIM എന്നാണോ അതിൽ നിന്ന് നമ്മൾ കാണേണ്ടത്? ഈ കാണിച്ച ദൃശ്യങ്ങളുടെയൊക്കെ ഒരു ഭാഗമായി തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ദൃശ്യമാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ വെച്ച് നടന്ന RSSൻ്റെ ഒരു വലിയ സമ്മേളനം. ആ സമ്മേളനത്തിൽ ലോകസഭാംഗങ്ങളായ BJP നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് RSSൻ്റെ ഒരു നേതാവ്, ഞാൻ അയാളുടെ പേരിപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്, കുന്ദൻ ചന്ദ്രാവത്ത്, അദ്ദേഹം പരസ്യമായ ഒരു ആഹ്വാനം നടത്തുകയുണ്ടായി. ആ ആഹ്വാനം മറ്റൊന്നുമല്ല, പിണറായി വിജയൻ്റെ തല അറുത്തു കൊണ്ടുവന്നാൽ അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്ക് 1 കോടി രൂപ ഇനാം ഞങ്ങൾ നൽകും എന്നാണ്. സമീപകാലത്തൊന്നും അങ്ങനെ ഒരു പ്രഖ്യാപനം, ഒരു ആഹ്വാനം ഇന്ത്യ കേട്ടിട്ടില്ല. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ തല അറുത്തു കൊണ്ടുവരുന്ന ആൾക്ക് ഇനാം പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ എത്രയോ നേതാക്കന്മാർ കേരളത്തിലും ദേശീയ തലത്തിലുമുണ്ട്. ഇങ്ങനെയൊരു ആഹ്വാനം അവർക്കാർക്കും നേരിടേണ്ടി വന്നിട്ടേയില്ല. അതിൻ്റെ ഏക കാരണമെന്ന് പറഞ്ഞാൽ സംഘപരിവാർ ഭീകരതയെ ഒരു മടിയും കൂടാതെ എതിർക്കുന്ന, നേരിട്ട് കടന്നാക്രമിക്കുന്ന, അതിനെതിരെ പ്രതിരോധം തീർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. CPIM ഇടതുപക്ഷം എന്നുള്ളതാണ് വസ്തുത. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രചാരവേല ആരംഭിച്ചിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും UDF ആകെ തന്നെയുമാണ്, കോൺഗ്രസ്സൊക്കെ ഇവരെല്ലാം ഒന്നു ചേർന്നിട്ടാണ്. അതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷം പൊതുവിൽ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു, നമുക്ക് കാണാൻ കഴിയും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പൊതുവിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലും തലയെടുപ്പുള്ള മുസ്ലിം നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ദേശീയ മുസ്ലിങ്ങളെന്നൊക്കെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ മുസ്ലിം നേതാക്കന്മാർ മുഖ്യമന്ത്രിമാരായും വന്നിരുന്നു. എന്നാൽ പോകെ പോകെ ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യം കോൺഗ്രസ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പാർട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഞാൻ വിസ്താരഭയം കൊണ്ട് അതിലേക്കാകെ പോകുന്നില്ല. പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്, ഇപ്പോൾ ബോഹോട്സിൻ്റെയൊക്കെ ഒരു ആരോപണത്തിൽ നേരിട്ട് നിൽക്കുന്ന സമയത്താണ്, ഒരു പ്രതിച്ഛായ നഷ്ടത്തിൽ നിൽക്കുമ്പോഴാണ്
നാഗ്പൂർ MP ആയിരുന്ന രാമജന്മഭൂമി ക്യാമ്പയിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് കോൺഗ്രസിൻ്റെ നേതാവ് ബൻവാരിലാൽ പുരോഹിത്. അദ്ദേഹത്തെയാണ് ഒരു ഇടനിലക്കാരനായി രാജീവ് ഗാന്ധി RSS സർസംഘചാലകൻ്റെ അടുത്തേക്ക് അയച്ച് ശിലാന്യാസം നടത്താൻ ഞങ്ങൾ സമ്മതിക്കാം, ഞങ്ങളെ പിന്തുണയ്ക്കണം എന്ന ആവശ്യം മുൻപോട്ട് വെക്കുന്നത്. അതൊക്കെ വിശദീകരിക്കുന്ന ധാരാളം പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ശിലാന്യാസം നടന്നു. അത് പിന്നീട് 92-ൽ ബാബറി മസ്ജിദിൻ്റെ പൊളിക്കുന്നതിലേക്ക് നയിച്ചു, തകർച്ചയിലേക്ക് നയിച്ചു. ഈ അനുഭവങ്ങളെല്ലാം ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ പല ഭാഗത്തും കോൺഗ്രസ്സിൽ അർപ്പിച്ചിരുന്ന വിശ്വാസം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വിശ്വാസത്തിന് ഇളക്കം തട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് UP യിലല്ലേ. ഇപ്പോൾ UP യിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ്? ആസാമിൽ, അങ്ങനെ ഓരോ സംസ്ഥാനം എടുത്താൽ, ബംഗാളിൽ, ഓരോ സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം പോയി, എല്ലാം പോയി. അപ്പോൾ കേരളത്തിലേക്ക് കടന്നു വന്നാലും സ്ഥിതി ഇതാണ്. കേരളത്തിലും UDF അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ മുഖ്യമന്ത്രിമാരായിരിക്കുമ്പോഴെല്ലാം ഇവിടെ വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നു, പോലീസ് വെടിവെപ്പുകൾ ഉണ്ടാകുന്നു, നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുന്നു. സിറാജുന്നീസയെ വെടിവെച്ച് പോകുന്നത് പാലക്കാട്ട് വെച്ചാണ്, കേരളത്തിലെ പോലീസ് വെടിവെച്ച് പോകുന്നതാണ്. തൊട്ടടുത്ത് ഇപ്പോൾ കർണാടകയിലേക്ക് നോക്കിയാൽ കർണാടകയിൽ കോൺഗ്രസ്സാണ്. ഈ അടുത്ത സമയത്തല്ലേ മംഗലാപുരത്ത് നമ്മുടെ മലയാളിയായ അഷ്റഫ് കൊല്ലപ്പെട്ടു. മൃഗീയമായി പട്ടാപ്പകൽ അടിച്ചു കൊന്നുകളഞ്ഞു അഷ്റഫിനെ. തൊട്ട് മുൻപാണ് കർണാടകയിൽ തന്നെ ഇദ്രീസ് പാഷ പശുവിൻ്റെ പേരിലാണ് കൊല്ലുന്നത്. നമ്മുടെ അതിർത്തിക്കപ്പുറം വരെ എത്തി നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഈ സംഘപരിവാർ വിധേയത്വം, RSS പ്രീണനം ആണ് ഇവിടങ്ങളിലൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു, ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയുന്നു എന്ന ഘട്ടം വന്നപ്പോൾ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ച് ഒരു കെട്ടുകഥ വിശ്വസനീയമെന്ന നിലയിൽ പ്രചരിപ്പിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കാത്ത, ഒരാൾക്കും ചിന്തിക്കാനാവാത്ത ഒന്നാണ് വർഗീയതയോട് ഇടതുപക്ഷം എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത്. ആവാം, എന്തുമാവാം, പക്ഷെ ഇതൊരാരും ഒരാൾക്കും ചിന്തിക്കാനാവില്ല. പക്ഷെ അവർ തന്നെ അത് പ്രചരിപ്പിക്കുകയാണ്, ആവർത്തിച്ച് പ്രചരിപ്പിക്കുകയാണ്. പച്ചക്കള്ളം 100 ആവർത്തിച്ച് പ്രചരിപ്പിച്ച് കേരളത്തിലെങ്കിലും ഈ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ കോൺഗ്രസിന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഹീനമായ ഒരു കൃത്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം വെച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ, പറ്റിക്കാൻ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമായി വേണം ഇപ്പോഴത്തെ വർഗീയ വലതുപക്ഷ പ്രചാരവേലയെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ പി രാജീവ്, നോക്കൂ, പൗരത്വ നിയമത്തിനെതിരെ താങ്കൾ നിയമമന്ത്രിയായിരിക്കുന്ന ഈ മന്ത്രിസഭയാണ് പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പൗരത്വ നിയമത്തിനെതിരെ പ്രമേയം ജനത്തിന് വഴിവെക്കുന്നതും ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷത തകർക്കുന്നതുമായ 2019 പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാം അംഗീകരിക്കുന്ന പ്രമേയം ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം നേടുമെന്ന് ഉറപ്പാണ്. പൗരത്വ നിയമ ഭേദഗതി 2019 റദ്ദു ചെയ്ത് രാജ്യത്തെ ജനതയെ ഒന്നായി കാണുന്ന ഭരണഘടനാ കാഴ്ചപ്പാട് മുറുകെ പിടിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. നമ്മുടെ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രമേയം ഏകണ്ഠമായി അംഗീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നോക്കൂ, ഇത്തരത്തിൽ ഇതൊരു സംസ്ഥാനത്തിന് സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇതാദ്യമായി, രാജ്യത്ത് ആദ്യമായി 28 സംസ്ഥാനങ്ങളിൽ കേരളമാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. എന്താണ് ഈ ജസ്റ്റർ കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രമേയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതിലൊരു കാര്യം ഇപ്പോൾ സ്വരാജ് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഉള്ളത്, ഒരു ആരും വിശ്വസിക്കാത്ത ഒന്നാണല്ലോ വർഗീയതയുമായി സന്ധി ചെയ്യുന്നു എന്നുള്ളത്. ഇവിടുത്തെ പ്രശ്നം തുടർച്ചയായിട്ടുള്ള ഒരു പ്രതീതി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വസ്തുതകൾ സമൂഹത്തിലേക്ക് എത്തിക്കാതിരിക്കുക. വസ്തുതകൾ എത്തിക്കുമ്പോൾ ഇന്ത്യയിൽ ഈ ഗവൺമെൻറ്റും അല്ലെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം, വിശേഷ CPIM സ്വീകരിക്കുന്നത് പോലൊരു നിലപാട് വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ സ്ഥായിയായി മറ്റാരും സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ അതിൽ ഏതെല്ലാം ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഗവൺമെൻറ്റിന്? അതിലൊന്നാണ് ഇപ്പോൾ പ്രമേയം, മറ്റൊന്നാണ് നിയമനിർമ്മാണം, നേറ്റിവിറ്റി കാർഡുമായി ബന്ധപ്പെട്ട്, വേറൊന്നാണ് ജുഡീഷ്യറിയെ സമീപിക്കുക. നമ്മൾ പല ഘട്ടങ്ങളിലും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്.
മറ്റൊന്ന് നിവേദനങ്ങളിലൂടെ നമ്മുടെ സമീപനം വ്യക്തമാക്കുക. ഇങ്ങനെ ഏത് ടൂളും രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയമായ വിശദീകരണം നമ്മൾ പൊതുവെ നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണം. അപ്പോൾ നിയമസഭയ്ക്കകത്തും ഒരു ഭരണ സംവിധാനത്തിന് സാധാരണഗതിയിൽ സ്വീകരിക്കാൻ ഇതുവരെ മുൻ മാതൃകകളില്ലാത്ത എല്ലാ ടൂളുകളെയും ഉപയോഗിച്ചുകൊണ്ട് വർഗീയതയ്ക്കെതിരെയും ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാതെ ഇടതുപക്ഷം വെക്കുന്ന ഒരു ഗവൺമെൻറ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമസമിതി പ്രമേയം, നമ്മളാണിപ്പോൾ നേറ്റിവിറ്റി ബില്ല് കൊണ്ടുപോകുന്നത്. നേറ്റിവിറ്റി ബില്ല് സംബന്ധിച്ച് എന്ന് വെച്ചാൽ കേരളീയനായ ഒരാളും ഇന്ത്യൻ പൗരനാത്തെ സംബന്ധിച്ച് ഈ നാട്ടുകാരനല്ല എന്ന് ഏത് പ്രശ്നം വന്നാലും അതിന് ആധികാരികമായി ഞാൻ കേരളീയൻ എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന നിയമത്തിൻ്റെ പിൻബലമുള്ള ഒരു കാർഡ് കൊടുക്കാൻ നമ്മളിപ്പോൾ ബില്ല് പാസ്സാക്കി. ഇപ്പോൾ നിയമപരമായ പിൻബലം നൽകാവുന്ന നേറ്റിവിറ്റി കാർഡാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിൽ കൗതുകകരമായ കാര്യം, BJP എതിർക്കുന്നു എന്ന പോലെ കോൺഗ്രസ് അതിനകത്ത് വന്നേയില്ല. കോൺഗ്രസ് ആ ചർച്ചകളിൽ വന്നിട്ടില്ല. കോൺഗ്രസ് അത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനൊരു സംഗതി ആവശ്യമാണെന്നോ, ഞങ്ങളിപ്പോൾ നിയമസഭയിൽ ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഇങ്ങനൊരു ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്ന് ഒരു ചെറിയ മറമരം പോലെ ഒരു പ്രതികരണം പോലും കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വത്തിൽ നിന്നും വന്നിട്ടില്ല. അപ്പോൾ ആ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു. ഇനി മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് നമ്മൾ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ഒരു വിവാദം വന്നല്ലോ. റിപ്പോർട്ട് എന്താ നിങ്ങൾ പ്രസിദ്ധപ്പെടുത്താത്ത? JB കോശി റിപ്പോർട്ടിൻ്റെ വന്നല്ലോ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെ. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അതിൻ്റെ ഭാഗമായി വന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനം ഇത്രയും വിശദമായിട്ടൊരു പഠനം ഒരു ജസ്റ്റിസിനെ, അതും ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാളെ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടോ? ഇല്ല. പാലോളി കമ്മീഷൻ ആരെ വെച്ചത്? ഇന്ത്യയിൽ ആദ്യം സച്ചാർ കമ്മിറ്റിയുടെ തുടർച്ചയിൽ ആദ്യമായിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ജീവിതാവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ ആ കമ്മീഷനെ വയ്ക്കും. ആ കമ്മീഷൻ്റെ ഭാഗമായി എത്രയോ തുടർ നടപടി സ്വീകരിച്ചു. ഇനി കേരളത്തിലെ അനുഭവം തന്നെ എടുത്താൽ, ഇപ്പോൾ മലപ്പുറം ജില്ല, അത് പിന്നെ ഒരു സമൂഹത്തിൻ്റെ അല്ലാന്ന് കരുതാം, എങ്കിലും ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് സഹായകരമായ ഒന്നാണ്. ഇപ്പോൾ മദ്രസ പെൻഷൻ വലിയ പ്രശ്നം വന്നില്ലേ, ക്ഷേമനിധി. പക്ഷെ അത് ഗവൺമെൻറ്റിൻ്റെ ആണോ അത്തരം കാര്യം? ക്ഷേമനിധി പെൻഷൻ പോകുന്നു. ഇപ്പോൾ ഹജ്ജ് ഹൗസ് കോഴിക്കോട് പാലോളി ആയിരിക്കും ഹജ്ജ് ഹൗസ് കൊണ്ടുപോകുന്നു. ഇപ്പോൾ നമ്മൾ വനിതകൾക്ക് വേണ്ടി പ്രത്യേക ഹജ്ജ് ഹൗസ് കൊണ്ടുപോകുന്നു. കണ്ണൂർ ഹജ്ജ് ഹൗസിൻ്റെ നിർമ്മാണം നടക്കുന്നു. എറണാകുളത്താണ് സിയാലിലാണെങ്കിൽ പ്രത്യേകം അവരുടെ ഒരു സംവിധാനം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഇങ്ങനെ ചെറിയ കാര്യം നോക്കിയാലും വിശാലമായ രാഷ്ട്രീയ നിലപാടും ഭരണപരമായ നിലപാട് സ്വീകരിച്ചാലും മതന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഏത് മതന്യൂനപക്ഷമാകാം. ചിലർ പറയും ഇവർ ഇടതുപക്ഷമാണ് ഞങ്ങളെ സംരക്ഷിക്കാൻ വരുന്നത്. അങ്ങനെ സംരക്ഷകരുടെ റോള് വേണ്ട. ഇതാണ് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ആളുകളുടെ ഒരു പ്രചരണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനായിട്ട് എല്ലാവരും ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് വേണ്ടത്. ന്യൂനപക്ഷം എത്ര സംഘടിച്ചാലും ന്യൂനപക്ഷമായിരിക്കും. ന്യൂനപക്ഷം എന്ന നിലയിൽ മാത്രം സംഘടിക്കുന്നത് ഭൂരിപക്ഷത്തിനകത്തുള്ള വർഗീയവാദ ചിന്ത ശക്തിപ്പെടുത്താൻ ഉപകരിക്കുകയും ചെയ്യും. ന്യൂനപക്ഷവും ഭൂരിപക്ഷത്തിനകത്തുള്ള മതനിരപേക്ഷവാദികൾ, പൊതുവെ മതനിരപേക്ഷ സമൂഹവും ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ ന്യൂനപക്ഷത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്ന ഈ വർഗീയതയെ, ഭൂരിപക്ഷ വർഗീയതയുടെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ 370 പറഞ്ഞല്ലോ, അന്ന് യഥാർത്ഥത്തിൽ ആദ്യം അങ്ങോട്ട് പോകാൻ തയ്യാറായ ആൾ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി, അന്നത്തെ ജനറൽ സെക്രട്ടറി സീതാറാമാണ്. സീതാറാം പോയി വിമാനം അവിടെ ചെന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചിട്ടില്ല. അന്ന് പാർലമെൻറ്റിൽ അവിടെ രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ നേതാവ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒപ്പമില്ല, ഗുലാം നബി ആസാദ്. ഈ സ്വരാജ് പറഞ്ഞ പോലെ പല തെരഞ്ഞെടുപ്പിലും പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് ഒരു മുസ്ലിം പേരായതുകൊണ്ട് മറ്റ് സ്റ്റേറ്റിലേക്കൊന്നും വിടാതിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പോലും അങ്ങോട്ട് പോയിരുന്നില്ല. അപ്പോൾ ആ ഘട്ടത്തിലും പാർട്ടിയുടെ വലുപ്പത്തിനേക്കാൾ അപ്പുറത്തേക്കൊരു നിലപാടിൻ്റെ കരുത്തുകൊണ്ടും പ്രതിബദ്ധത കൊണ്ടും പോയത് CPM-യുടെ ജനറൽ സെക്രട്ടറിയാണ്. ആദ്യം കോടതിയെ സമീപിക്കുന്നത്, സുപ്രീം കോടതിയെ സമീപിക്കുന്നത് CPIM-ആണ്. അപ്പോൾ അത് കേന്ദ്ര സമീപനമായാലും ഇവിടെ കേരളത്തിലായാലും ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എവിടെയൊക്കെ ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്നുവോ അപ്പോഴൊക്കെ ആ കാര്യത്തിൽ പ്രതിരോധം തീർക്കാൻ, അതിനൊരു ശക്തമായി ശരിയായ നിലപാട് സ്വീകരിക്കാൻ, പ്രതിഷേധം എടുക്കാൻ എല്ലാം കഴിയുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ വസ്തുതാപരമായി ഇന്ന കാര്യത്തിൽ തെറ്റ് ചെയ്തു എന്ന് പറയാവുന്ന ഒരു കാര്യവും ചൂണ്ടിക്കാണിക്കാനേ കഴിയുന്നില്ല. എന്നാൽ തെറ്റായ നുണകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. നുണകളുടെ തുടർച്ചയായ നിർമ്മാണം വഴി ഒരു ഇടതുപക്ഷം എന്നുള്ളത് മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാനാണ് ഈ കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വസ്തുതയുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്ത നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. പലതും നമ്മളിപ്പോൾ പബ്ലിക് ഡൊമൈനിനകത്ത് കാണുന്നുണ്ടല്ലോ. എന്നാൽ എനിക്ക് തോന്നുന്നു അതിനെ ഒരു ഘട്ടം വരെ കഴിയുള്ളൂ. ചിലപ്പോൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കുറേ ആളുകൾക്ക് അങ്ങനെ വിശ്വസിച്ചിരുന്നു വരാം. പക്ഷേ അതിനെല്ലാം ആ നിമിഷ ആയുസ് മാത്രമാണുള്ളതെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് ഓരോ ഘട്ടങ്ങളിലും.
ഇപ്പോൾ നേറ്റിവിറ്റി ബില്ലാകാം. പിന്നെ സെൻസസ് വരുമ്പോൾ അത് പൗരത്വ ഭേദഗതി നിയമമായിട്ടോ അല്ലെങ്കിൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായോ ബന്ധപ്പെടുത്തില്ല എന്ന് വിജ്ഞാപനം ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചു ഒറ്റ സംസ്ഥാനമുള്ളൂ ഇന്ത്യയിൽ. ഇതൊന്നും വിസിബിലിറ്റിയിൽ വരുന്നില്ല, വേറൊരു സംസ്ഥാനം ചെയ്തിട്ടില്ല. ഈ പൗരത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വരുമ്പോൾ ഈ വരാനിരിക്കുന്ന സെൻസസ് അതിൻ്റെ ഒരു ആയുധമായി മാറുമോ, SIRൻ്റെ തുടർച്ചയിൽ വരുന്നു എന്ന ഭീതി നിലനിൽക്കുമ്പോൾ ഒരു ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് അവർക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നതിനെ ചർച്ച ചെയ്ത് അതിനപ്പുറത്തേക്ക് തന്നെ ഇവിടെ ഇത് ബാധകമാകില്ല എന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം സർക്കാരിൻ്റെ ഉത്തരവിലൂടെ ആധികാരിക രേഖയായി പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഈ നിലപാടുകൾ സമൂഹത്തിലേക്ക് എത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് നടപ്പാക്കില്ല എന്ന് പറയാം, അത് രാഷ്ട്രീയമാണ്. പക്ഷെ നടപ്പാക്കാതിരിക്കാൻ ഒരു സംസ്ഥാനത്തിന് കഴിയുമോ എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ സ്വരാജ്, അതിനൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി മാത്രം മതിയാകുമോ? രാഷ്ട്രീയ ഇച്ഛാശക്തി അല്ലെ പറയാറുണ്ട്, സാധാരണ മനുഷ്യരുടെ ഇച്ഛാശക്തി മഹാപർവ്വതങ്ങളുടെ പോലും ഗതി മാറ്റും എന്നൊക്കെ പറയാറുണ്ട്. രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രധാനമാണ്, അതുണ്ടാവുക എന്നത് പ്രധാനമാണ്. ആ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പിന്നിൽ ജനങ്ങളെ ആകെ അണിനിരത്താൻ കഴിയുമ്പോഴാണ് നമുക്ക് അസാധ്യമെന്ന് കരുതുന്ന പലതും നേടിയെടുക്കാനാവുക. വലിയ ജനകീയ പ്രതിരോധത്തിൻ്റെ മുന്നിൽ തെറ്റായ നയങ്ങൾ തിരുത്താൻ കേന്ദ്ര സർക്കാരിന് നിർബന്ധിതമാകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഈ സാങ്കേതികമായ ചില കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ആ ചോദ്യം തന്നെ ന്യൂനപക്ഷ വിരുദ്ധമാണ്, അരാഷ്ട്രീയവാദപരവുമാണ്. കാരണം ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിലുള്ള നിയമപരമായ പ്രശ്നം പോലെയല്ല ഇത് തലമുറകളായി ഇവിടെ ജനിച്ചു വളർന്ന ആളുകളെ സംബന്ധിച്ചൊരു സുപ്രഭാതത്തിൽ ഒരു നിമിഷാർത്ഥത്തിൽ അവർ ഈ രാജ്യക്കാരല്ല, അവരുടെ പൗരത്വം തെളിയിക്കണം, അതിന് രേഖ വേണം, അവർ ഇന്ത്യ വിട്ടു പോകണം, അല്ലെങ്കിൽ അവർ ഈ ജയിലിലേക്ക് പോകണം എന്നൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അവിടെ മറ്റ് സാങ്കേതികമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തലനാരിഴ കീറിയ ചർച്ചകൾക്കോ പ്രസക്തിയില്ല. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി തന്നെയാണ് കാണിക്കേണ്ടത്. ആ ഇച്ഛാശക്തിയാണ് നമ്മൾ പ്രകടിപ്പിച്ചിട്ടുള്ളതും ആ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മളെല്ലായ്പ്പോഴും നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതും. പക്ഷേ നമ്മുടെ രാജ്യത്തെവിടെയും കോൺഗ്രസിൻ്റെ നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ്റുകളോ ഇങ്ങനെയൊരു രീതി സ്വീകരിച്ചിട്ടില്ല, ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അവരെല്ലാം വിധേയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. രാജീവ്, ഇതിനകത്ത് കേന്ദ്രവിഹിതം എടുത്താൽ ഒരു സംസ്ഥാനത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന ഫെഡറൽ നിയമങ്ങളുടെ നഗ്നമായ ലംഘനം, അതിനെ അതിജീവിച്ചു, അതിനെ മറികടന്നു എന്നുള്ളത് ഒരുപക്ഷെ ഒരു പിൽക്കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിസ്മയമായി നമ്മൾ കാണേണ്ടി വരുമോ കേരളത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്? അതെ, നമ്മൾ എല്ലാ തരത്തിലും ഞെരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റേത് സംസ്ഥാനം നേരിടാത്ത രൂപത്തിലുള്ള ഒരു സാമ്പത്തികവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ഒരു ആക്രമണം കേരള ഗവൺമെൻറ്റിനെതിരെ ഈ 10 വർഷം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞത് ജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെയാണ്. പിന്നെ നല്ല ഇച്ഛാശക്തിയോടുകൂടി ഇടതുപക്ഷത്തിന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റും ഇടതുപക്ഷവും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം പ്രതിരോധത്തിൻ്റേതാണ്. നമുക്കിപ്പോൾ ഗ്രാൻഡ് നൽകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ബോറോയിങ് ലിമിറ്റ് അതിനനുസരിച്ച് പണമെടുക്കാൻ അനുവദിക്കുന്നില്ല, നികുതി വിഹിതം കുറയ്ക്കുന്നു, നികുതി വിഹിതത്തിൻ്റെ ഡിവിസിബിൾ പൂള് തന്നെ അവർ ചുരുക്കി, സർചാർജും അതുപോലെ സെസ്സും ഏർപ്പെടുത്തിയതോടുകൂടി ഈ പാത്രത്തിലുള്ള പകുതി ഭാഗം അവരുടെ മാത്രമായിട്ട് അവർ മാറ്റി. ബാക്കിയുള്ളതാണ് നമുക്ക് ഉള്ള തവി, ആ തവിയും ചെറുതാക്കി, ഒന്ന് പകുതി എടുത്ത് മാറ്റി, സെസ്സും സർചാർജുമായി, ബാക്കിയുള്ളതെന്ന് കുറവ് വരുത്തി. ആ വിഹിതം കുറഞ്ഞു, അതിൻ്റേതായ ആഘാതം. ഗ്രാൻറ്റുകൾ ഏതെങ്കിലും പദ്ധതിക്ക് നൽകുന്ന ഗ്രാൻറ്റിൻ്റെ വ്യവസ്ഥകൾ നമുക്കെതിരായി. ഈ ഒരു പദ്ധതിയുടെ വ്യവസ്ഥയെ നമ്മൾ എതിർത്താൽ ആ വകുപ്പിന് എല്ലാ ഗ്രാൻറ്റും നിഷേധിക്കുന്നതിലേക്ക് വന്നു. 3, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ അധികാരമാണ് ഈ പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെടുന്നതാണ്. പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് ആണ് യൂണിയൻ ലിസ്റ്റിലുള്ളൂ. അപ്പം നമുക്ക് നിയമനിർമ്മാണത്തിന് അധികാരം ഭരണഘടന നൽകിയിട്ടുണ്ട്, അതനുസരിച്ച് പോലും വായ്പ എടുക്കാൻ കഴിയുന്നില്ല. നമ്മളിപ്പോൾ ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുമ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത രൂപത്തിൽ നഷ്ടപരിഹാരത്തിന് 25% നമ്മൾ കൊടുക്കുന്നു, 75% അവർ കൊടുക്കുന്നത്. അവർ കൊടുക്കുന്ന കടമെടുത്തിട്ടാണ് NHA. ആ കടമെടുപ്പ് പരിധിയിലില്ല. നമ്മൾ 25% കൊടുക്കുന്ന കടം നമ്മുടെ കടമെടുപ്പ് പരിധിയിലുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മളെ ഞെരുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഈ ഘട്ടത്തിലെല്ലാം കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു കുറ്റകരമായിട്ടുള്ള നിശബ്ദതയ്ക്ക് അപ്പുറത്ത് അവരോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്.
കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, അപ്പോൾ നേരെ കേരളത്തിൻ്റെതാണ് കുഴപ്പം എന്ന മട്ടിലേക്കാണ് വരുന്നത്. കോൺഗ്രസ് കുറ്റകരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അവർ ബി ജെ പിയുടെ യൂണിയൻ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഏത് പ്രശ്നം എടുത്തു കഴിഞ്ഞാലും പ്രതിപക്ഷത്തിന് നോക്കിക്കോളൂ. നിയമസഭയിൽ ഒരിക്കൽ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ് നിങ്ങളുടെ മുഖ്യ ശത്രു? അവർ CPM ആണെന്ന് പറഞ്ഞു. സുധാകരൻ നേരത്തെ പരസ്യമായി തന്നെ പറഞ്ഞു, നിയമസഭയ്ക്കകത്ത് പറഞ്ഞു. അപ്പോൾ BJPയേക്കാൾ CPMനെയാണ് അവർ ശത്രുപക്ഷത്ത് കാണുന്നത്. അപ്പോൾ എന്നിട്ട് ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണം ഞങ്ങളാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ മറ്റേ ഓടക്കുഴൽ വായിച്ചിട്ട് ആളുകളെ കൊണ്ടുപോയതുപോലെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ തങ്ങളോടൊപ്പമുള്ള ആളുകളെ BJP പാളയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇതിന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ സത്യസന്ധമായി പറഞ്ഞ ഒരു ഭാഗമുള്ളൂ. അത് കുറേ കാലം അറിയാമല്ലോ. അത് ഞങ്ങളുടെ നരേറ്റീവ് കഴിഞ്ഞൊന്ന് വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നികേഷ് ശേഖർ മാധ്യമപ്രവർത്തകൻ എന്ന പറയുന്നത് അറിയാം. നരേറ്റീവ് ഇപ്പോഴത്തെ പ്രൊപ്പഗൻഡ മിഷണറിയിൽ എന്ന് പറഞ്ഞാൽ നിർമ്മിതമായിട്ട് വരുന്നത്. അപ്പോൾ അവർ നരേറ്റീവ് രൂപപ്പെടുത്തി. ആ രൂപപ്പെടുത്തിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഇനി ഇതിന് ഞങ്ങൾ അത് വിജയിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഗം. ഈ നരേറ്റീവിന് കുറേ ചരിത്രമുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും പറയില്ല എങ്ങനെ BJP ഇന്ത്യയിൽ വളർന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യം പറയുമ്പോൾ എന്താ, 2 സീറ്റുണ്ടായ BJPയെ ഇവരും കൂടി നിന്ന് പിന്തുണച്ചിട്ടാണ് VP സിംഗിനെ ഇവർ ഒന്നിച്ച് ഭരിച്ചത് കൊണ്ടാണ് BJP ശക്തമായി വന്നതെന്നാണ് ഒരു നരേറ്റീവ്. യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിന് 2 സീറ്റ് ഉള്ളപ്പോൾ തന്നെ BJP ജനസംഘത്തിന് തുടർച്ചയാണ്. 35 സീറ്റ് വരെ ഉണ്ടായ ജനസംഘത്തിൽ നിന്നാണല്ലോ ജനതാ പാർട്ടി ലയിച്ചു. പിന്നെ വീണ്ടും BJPയിലേക്കൊന്ന് 2. പക്ഷെ പുറത്തു നിന്ന് പിന്തുണയ്ക്കുമ്പോൾ എത്ര സീറ്റുണ്ട് BJPക്ക്? 85 സീറ്റുണ്ട്. അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയായിട്ട് ആരും മത്സരിച്ചിട്ടില്ല. അപ്പോൾ ഈ പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്ന BJP 2 സീറ്റുള്ള BJP അല്ല, 85 സീറ്റുള്ള BJPയാണ്. പക്ഷെ പ്രതീതി എന്താ, 2 സീറ്റ് ഉണ്ടായിരുന്നു. ഇവർ പിന്തുണച്ച അപ്പുറത്തുനിന്ന് ഇപ്പോൾ 2 സീറ്റ് ഉണ്ടെങ്കിൽ പിന്തുണയ്ക്കുമല്ലോ, പ്രാധാന്യം പോലും ഇല്ല എന്ന ലളിത യുക്തി പോലും ഈ പ്രചരണത്തിൽ വരില്ല. പിന്നെ എവിടെയാണ് ഇവിടെ ഞങ്ങൾ പുറത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അവരും പുറത്തേക്ക് നിർബന്ധിതമായത്. പക്ഷെ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഇതേവരെയുള്ള ചരിത്രത്തിൽ നിങ്ങൾ വർഗീയതയ്ക്കൊപ്പമോ അല്ലയോ എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരേ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളൂ VP സിംഗിൻ്റെ. അവിടെ BJPയും കോൺഗ്രസ് ഒന്നിച്ച വോട്ട് ചെയ്തത്. ഇവിടെ പുറത്തു നിന്ന് പിന്തുണച്ചു എന്നുള്ള ഈ നരേറ്റീവിനാണത്. പക്ഷെ BJPയും കോൺഗ്രസും ഒന്നിച്ച് വോട്ട് ചെയ്തിട്ടാണ് ബാബറി മസ്ജിദ് തകർക്കാൻ വന്ന നമ്മുടെ അദ്വാനിയുടെ രഥയാത്രയെ തടഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം ന്യൂനപക്ഷമായി മാറിയ VP സിംഗിനെ താഴെ ഇറക്കിയത്. അപ്പോൾ ഈ വസ്തുതയിൽ നിന്നും മാറി നരേറ്റീവ് രൂപപ്പെടുത്തുന്നു. ഇത് നമ്മൾ എത്ര ആവർത്തി പറഞ്ഞാലും ഇതുവരിങ്ങനെ തുടർച്ചയായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ നരേറ്റീവിൻ്റെ ഇതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോഴും പല നരേറ്റീവ് വരുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ല, എന്തുകൊണ്ട് ഒരു കർണാടക സ്റ്റോറി ആരും ഉണ്ടാക്കുന്നില്ല? എന്തുകൊണ്ട് തെലങ്കാന സ്റ്റോറി ആരും ഉണ്ടാക്കിയെന്നില്ല? എന്തുകൊണ്ട് ഹിമാചൽ സ്റ്റോറി ആരും ഉണ്ടാക്കിയില്ല? കാരണം ആ സ്റ്റോറിക്ക് ഗുജറാത്ത് സ്റ്റോറിയും UP സ്റ്റോറിയായിട്ടൊരു വ്യത്യാസം ഉണ്ടാവില്ല. എന്തുകൊണ്ട് കേരള സ്റ്റോറി മാത്രം വരുന്നു? കേരളം വ്യത്യസ്തമായി നിൽക്കുന്നു. കേരളം ഇവർക്കെതിരെ പ്രതിരോധം തീർക്കുന്നു. അതുകൊണ്ട് കേരളത്തെ ദുർബലപ്പെടുത്തേണ്ട അവരുടെ ആവശ്യമാണ്. കർണാടക, തെലങ്കാന അല്ലെങ്കിൽ ഹിമാചൽ എവിടെയാണെങ്കിലും കോൺഗ്രസ് അധികാരത്തിലിരുന്നാൽ അതിവേഗതയിൽ BJPയിലേക്ക് മാറും. ഇനി കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുന്നിടത്ത് തന്നെ നേരത്തെ സ്വരാജ് പറഞ്ഞ പോലെ BJPയെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ അതേ നടപടികളാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ കേരളം എല്ലാ തരത്തിലും വ്യത്യസ്തമാണ്. ആ മതനിരപേക്ഷ ഉള്ളടക്കം സംരക്ഷിക്കപ്പെടുന്നു. മതന്യൂനപക്ഷങ്ങൾക്കൊരു സുരക്ഷിത അവബോധം രൂപം കൊള്ളുന്നു. അത് കേരളത്തിലുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഈ കേരള സ്റ്റോറികൾ തുടർച്ചയായി വരുന്നത്. നേരത്തെ നികേഷ് ചോദിച്ച പോലെ സിനിമകളിലൂടെ മറ്റ് കൃതികളും എല്ലാം കേരളത്തെ രാഷ്ട്രീയം, സാംസ്കാരികം, സാമ്പത്തികം, സാമൂഹികം, ഭരണപരം എല്ലാമായി ഞെരുക്കാൻ, ഗവൺമെൻറ്റിനല്ല കേരളത്തെ തന്നെ ഞെരുക്കാനാണ് ഈ ശ്രമം നടക്കുന്നത്. സ്വരാജ്, നേരത്തെ രാജീവ് പറഞ്ഞല്ലോ BJPയേക്കാൾ വലിയ ശത്രു CPM ആണ് എന്ന് KPCC അധ്യക്ഷൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നും BJP അതിനുവേണ്ടിയാണ് ശ്രമിക്കുക എന്നും അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ദുർബലപ്പെടുമെന്നും അങ്ങനെ ദുർബലപ്പെട്ടാൽ BJPക്ക് ഒരു ബദലായി ഉയർന്നു വരാൻ സാധിക്കുമെന്നുള്ള ഈ പറയുന്ന ആഖ്യാനം കോൺഗ്രസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്നാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ഭരണത്തിലില്ലെങ്കിൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ഭരണത്തിലില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു നറേറ്റീവ്. ഇപ്പോൾ പിണറായി വിജയനോട് പല ഘട്ടങ്ങളിലും നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ RSSുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സംഘർഷാത്മകമായ ജീവിതം ഉണ്ടല്ലോ. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട് ഒരു പ്രസംഗത്തിൽ. പുറത്തിറങ്ങിയ കാലം, ആ കാലം ഈ പറയുന്ന RSSകാർക്ക് അറിയില്ലെങ്കിൽ പഴയ RSSകാരോട് ചോദിക്കണം. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള
ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് ഇപ്പോ എന്ത് ചെയ്തു കളയുന്നാണ്. മധ്യപ്രദേശിലെ എന്റെ യാത്ര തടഞ്ഞതിനെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു സംസ്ഥാനത്ത് ഞാൻ ചെല്ലുമ്പോ ആ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക എന്നത് ഒരു മര്യാദയാണ്. അതൊരു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട മര്യാദയാണ്. ആ ഗവൺമെന്റ് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല, ഞാനതനുസരിച്ചു. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലായിക്കോണം. ഒന്ന് യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഒളിച്ചു കിടത്താൻ കഴിയുന്നു പല ഈ പറയുന്ന ആഖ്യാനങ്ങളും. ചരിത്രത്തെ സമ്പൂർണമായിട്ടും ഇരുട്ടിൽ നിർത്തി പച്ചക്കള്ളം നിരന്തരം ആവർത്തിച്ചാണ് ഒരു പുതിയ പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ സംഘപരിവാറുമായി RSSുമായി ഏറ്റവും ചേർന്ന് നിന്ന് ചരിത്രത്തിലുടനീളം മുൻപോട്ട് പോയ ഒരു ചരിത്രമാണ് കോൺഗ്രസ്സിനുള്ളത്. ഇപ്പോൾ നെഹ്റുവിൻ്റെ ഒന്നാമത്തെ ക്യാബിനറ്റിൽ ശ്യാമപ്രസാദ് മുഖർജി അംഗമായിരുന്നല്ലോ. എങ്ങനെ വന്നു? ഹിന്ദു മഹാസഭയിലും കോൺഗ്രസ്സിലും ഒരേ സമയം പ്രവർത്തിക്കാനും അംഗത്വം എടുക്കാനും ഭാരവാഹിത്വം വഹിക്കാനും ഒരു കാലത്ത് കഴിയുമായിരുന്നു. പിന്നെ അതിൽ ചില മാറ്റങ്ങൾ വന്നു. ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് പറയുന്നു. എന്തുമാവട്ടെ, കേരളത്തിലേക്ക് നമ്മൾ വന്നാൽ RSS കേരളത്തിൽ ആദ്യമായി ഒരു സമരത്തിൽ അതിന് പിന്തുണ കൊടുത്ത് അതുമായി സഹകരിക്കുന്നത് വിമോചന സമരമാണ്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള സമരം. ആ വിമോചന സമരത്തെ തുടർന്ന് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. അത് കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് 60-ലാണ്, രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ജനസംഘം മത്സരിക്കുന്നത് കേരളത്തിൽ. 57-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല അവർ. 60-ലെ തെരഞ്ഞെടുപ്പിൽ രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഇല്ല. അന്ന് ദീനദയാൽ ഉപാധ്യായ ഇവിടെ വന്ന് ആദ്യ മത്സരം എന്ന നിലയ്ക്ക് ഒരു 4 മണ്ഡലം തിരഞ്ഞെടുക്കുക ചെയ്ത്. അതാണ് പട്ടാമ്പിയും അണ്ടത്തോടും അതുപോലെ തന്നെ ഗുരുവായൂരും കോഴിക്കോടും. ഇങ്ങനെ 4 മണ്ഡലം തിരഞ്ഞെടുക്കുന്നത്. സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു, പ്രചരണവും ആരംഭിച്ചു. ഒരു ഘട്ടം പ്രചരണം പിന്നിട്ടപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അന്നത്തെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ദീനദയാൽ ഉപാധ്യായെ നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും ലക്ഷ്യം ഒന്നാണ്, EMSനെ തോൽപ്പിക്കണം, പിന്നെ നമ്മൾ എന്തിനാണ് രണ്ടായി നിൽക്കുന്നത്, ഇതാണ് ചർച്ച. അതിനെ തുടർന്നാണ് പ്രഖ്യാപിച്ച് പ്രചരണം പകുതിയായ സ്ഥാനാർത്ഥി പട്ടാമ്പിയിൽ മാധവൻ നായരെ പിൻവലിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജനസംഘം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അതിനെ സംയുക്ത സ്ഥാനാർത്ഥിയായി മാറ്റി. ആ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് EMS. EMSനെ തോൽപ്പിക്കാൻ 60-ൽ പട്ടാമ്പിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് സ്ഥാനാർത്ഥി അവതരിപ്പിക്കുകയും ചെയ്തവരാണ് കോൺഗ്രസും RSSും. EMSൻ്റെ വിജയിച്ചു, അത് ചരിത്രമാണ്. ഒരു ദശാബ്ദം കഴിയുമ്പോഴാണ് 71-ൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ AKGയെ തോൽപ്പിക്കാനും ഇതേപോലെ RSSും കോൺഗ്രസും പരസ്യമായിട്ട്, ഞാൻ രഹസ്യമായ ധാരണകളല്ല പറയുന്നത്, ഇതൊക്കെ പരസ്യമാണ്. പാലക്കാട് ആ പ്രാവശ്യം സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ അല്ല RSSൻ്റെയാണ്. കോൺഗ്രസ് പിന്തുണയ്ക്കുകയായിരുന്നു. പട്ടാമ്പിയിൽ കോൺഗ്രസിനെ RSS പിന്തുണയ്ക്കുകയായിരുന്നു. അവിടെ ഒരുമിച്ച് മത്സരിച്ചു. ഒറ്റ സ്ഥാനാർത്ഥി AKGയെ പരാജയപ്പെടുത്താൻ. പക്ഷേ അവിടെയും AKG വിജയിച്ചു. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ 91-ൽ കുപ്രസിദ്ധമായ കോലീബി സഖ്യം എന്നൊക്കെ പറയുന്നത്. വടകരയിലും ബേപ്പൂരും കഴിഞ്ഞ ദിവസമാണ് KP ഉണ്ണികൃഷ്ണൻ മരിച്ചത്. ഇവിടെയെല്ലാം സംയുക്ത സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൻ്റെയും BJPയുടെയും ലീഗിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയാണ്. ഇതിങ്ങനെ തുടർന്നു പോകുന്ന അനുഭവങ്ങൾ പലതും നമ്മുടെ മുൻപിലുണ്ട്. പരസ്യമായി ഇത്തരം മത്സരങ്ങളോടൊപ്പം രഹസ്യമായി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ധാരണകൾ ഒരുപാട് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് KG മാരാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കൃത്യം വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നത്. ഈ ഒരു ബന്ധം എന്ന് വെച്ചാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം മുതലുള്ള ഒരു ബന്ധം ഏറിയും കുറഞ്ഞു രാജ്യവ്യാപകമായിട്ടുണ്ട്. അത് കേരളത്തിൽ അതിൻ്റെ വളരെ പ്രകടമായ കുറേ തെളിവുകളും നമ്മുടെ മുൻപിലുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ കാണാൻ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് RSSൻ്റെ രണ്ടാമത്തെ സർസംഘചാലകൻ എന്ന് വെച്ചാൽ ഇന്ത്യ കണ്ട എക്കാലത്തെയും വർഗീയവാദികളിൽ ഏറ്റവും മുമ്പനായിട്ടുള്ള ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി RSS ക്ഷണിക്കുന്നത് കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവിനെയാണ്. ഒരു സങ്കോചവും കൂടാതെ അദ്ദേഹം അവിടെ പോയി ഉദ്ഘാടനം ചെയ്ത് ഗോൾവാൾക്കറെ പുകഴ്ത്തി പ്രസംഗിക്കുകയാണ്. ഇപ്പോഴും അത് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാൻ ഏതൊരു പുസ്തക പ്രകാശനത്തിലും, അതല്ലല്ലോ കഥ, പുസ്തക പ്രകാശനം വേറെ, അത് വേറെ ചർച്ച ചെയ്യാം. ഇത്
ഗോൾവൾക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് നേരിട്ട് പോകുന്നു RSSന്റെ വേദിയിൽ. അപ്പോൾ KPCC പ്രസിഡൻ്റായിരുന്ന നേതാവ് പറയുന്നു, RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ളവരാണ് തങ്ങൾ. പരസ്യമായിട്ട് പറയല്ലേ. RSSന്റെ ശാഖയ്ക്കെതിരായിട്ട് പലയിടങ്ങളിലും പ്രതിഷേധം വന്നിട്ടുണ്ട്. കാരണം നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കും, അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് വേണ്ട തുടങ്ങിയിട്ടുള്ള അഭിപ്രായങ്ങൾ പല ഘട്ടത്തിലും വന്നിട്ടുണ്ട്. അത്തരം ഘട്ടത്തിൽ ഇവർക്ക് വേണ്ട സംരക്ഷണവും ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചൊതുക്കാനും കോൺഗ്രസ് തീരുമാനമെടുത്ത് റിക്രൂട്ട് ചെയ്ത ആളുകൾ പോയി എന്നുള്ളതാണ് KPCC പ്രസിഡന്റ് അന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട്, BJPയിലേക്ക് പോകണം തോന്നിയാൽ ഞാൻ പോവും, പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാ ചോദിക്കാൻ, എനിക്ക് ആരെ ബോധ്യപ്പെടുത്തണമെന്നൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുൻപിലുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. ഇവർ പൊതുവിൽ യോജിച്ചു പോവുകയും മുഖ്യ ശത്രുവായി ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കാണുകയും ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കാൻ ഏത് സന്ധിയും നടത്താൻ കോൺഗ്രസും വ്യത്യസ്ത സ്വഭാവത്തിലുള്ള വർഗീയതകളും ഒരു കാലത്തും മടിച്ചിട്ടില്ല. ഇപ്പോൾ അതിന് പുതിയൊരു നരേഷൻ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഈ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ പറ്റിക്കുന്ന തരത്തിലുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു നരേഷൻ കൊണ്ടുവന്നത്. ഇപ്പോൾ കാരശ്ശേരി മാഷ് പറഞ്ഞതായിട്ട് കണ്ടു, ഈ തെരഞ്ഞെടുപ്പിൽ കൂടി തോറ്റാൽ കോൺഗ്രസ്സുകാരെല്ലാം BJPയിലേക്ക് പോകുന്നു. തോൽക്കാതെ തന്നെ പോകുന്നുണ്ട്, തോൽക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കോൺഗ്രസും BJPയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു നിലയിൽ വന്നിരിക്കുന്നു. ഒരു ഡസൻ മുഖ്യമന്ത്രിമാരല്ലേ, ഏതെങ്കിലും ഒരാളോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് കമ്മിറ്റി മെമ്പറോ ഒന്നും പോകുന്നൊന്നും അല്ല പ്രശ്നം. ഒരു ഡസൻ മുഖ്യമന്ത്രിമാർ BJPയിൽ നിന്ന് പോയിരിക്കുന്നു. ഇന്ന് BJPയുടെ പാർലമെന്റിലെ ഭൂരിപക്ഷം അംഗങ്ങളും പഴയ കോൺഗ്രസ്സുകാരായിട്ടുള്ളവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ജയിച്ചു വരണം, അതിന് ഏത് ഹീനമാർഗവും സ്വീകരിക്കാം എന്ന നിലയിലേക്ക് UDF എത്തി, അതിൻ്റെ നേതൃത്വം എത്തി. പച്ച കള്ളം പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മറച്ചു വയ്ക്കാൻ, യാതൊരു നീതീകരണവുമില്ലാത്ത നിലയിൽ ഈ നുണപ്രചാരവേല നടത്തി ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ നേരിടുന്ന അവഗണനയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട സഖാവ് രാജീവ് ഇവിടെ പറഞ്ഞത്. കേരളത്തിൻ്റെ ഇപ്പോൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിൻ്റെയും മൊത്തം വരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല പങ്കും കേന്ദ്രത്തിൻ്റെ വിഹിതമാണ്. ബജറ്റ് വിഹിതമായിട്ടോ ഗ്രാൻഡായിട്ടോ ഒക്കെ വരുന്ന പണമാണ്. ബീഹാറിൻ്റെ മൊത്തം സംസ്ഥാന വരുമാനത്തിൻ്റെ ഏതാണ്ട് 75% കേന്ദ്രത്തിൻ്റെ വിഹിതമാണ്. ഏതാണ്ട് അതിനടുത്ത് നിൽക്കുന്നു ത്രിപുര, അങ്ങനെ പോകുന്നു. കേരളത്തിൽ അത് 25-26% കടുത്ത അനീതി, വിവേചനം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണോ കേരളമെന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള കൊടും ക്രൂരത നമ്മൾ നേരിടുകയാണ്. അതിനെതിരെ മുഖ്യമന്ത്രിയുടെയും ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ, ജനപ്രതിനിധികൾ മന്ത്രിമാരുടെ എല്ലാം നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്തു. രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രത്യേകതയാർന്നൊരു സമരമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഡൽഹിയിൽ പോയി സമരം ചെയ്യുകയാണ്. എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ, UDFൻ്റെ നയം? ഞങ്ങളുടെ നാടിനെ ഇങ്ങനെ തകർത്തെറിയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് അവർ സ്വീകരിക്കേണ്ടതല്ലേ? ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് സമരം ചെയ്യാൻ ഇനി അവർക്ക് താല്പര്യമില്ല, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിന് അവരെ അനുവദിക്കുന്നില്ലെങ്കിൽ അവർ തനിച്ച് സമരം ചെയ്യണ്ടേ? ഒരു വാക്കുകൊണ്ട്, ദുർബലമായൊരു വാക്കുകൊണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇന്നുവരെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ടോ കേരളത്തോടുള്ള ഈ കേരളത്തെ തകർക്കുന്ന നയത്തിനെതിരെ? അപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവരും ചെയ്യുന്നത്. LDF ഭരിക്കുമ്പോൾ കേരളം തകരുന്നെങ്കിൽ തകരട്ടെ, എന്നാൽ അത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താം എന്ന ദുഷ്ടമനസ്സാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും നയിക്കുന്നത്. അത് സംഘപരിവാർ വർഗീയതയുമായും മറുവർഗീയതയുമായും കൈകോർത്തു നിന്ന് എല്ലാ വ്യാജ പ്രചരണവും നടത്തി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ സത്യത്തെ തോൽപ്പിക്കുക എന്ന നിലയിലാണ് ഈ നുണപ്രചാര വേല അഴിച്ചുവിടുന്നത്. നുണയല്ലാതൊരു വാക്ക് പ്രതിപക്ഷ നേതാവ് പറയുന്നില്ല. അദ്ദേഹത്തിന് അബദ്ധത്തിൽ പോലും ഒരു സത്യം പറയാൻ ഇനി കഴിയും എന്ന് തോന്നുന്നില്ല. എല്ലാ ദിവസവും നുണ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും രാഷ്ട്രീയത്തിലെ വല്ലാത്ത ഒരു തകർച്ചയായിട്ട് വേണം നമുക്ക് കാണാൻ. ശ്രീ രാജീവ്, ഈ പൗരത്വ രജിസ്റ്ററും പൗരത്വ ഭേദഗതി നിയമവും മാത്രമല്ല, മുത്തലാഖ് അടക്കമുള്ള നിയമങ്ങളിൽ വളരെ കപട നിലപാടാണ് കോൺഗ്രസ്, മുസ്ലിം ലീഗ് പോലും എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ആ കാര്യങ്ങളൊക്കെ ജനങ്ങൾ മറന്നു എന്നുള്ള പ്രതീക്ഷ ആയിരിക്കില്ലേ UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? മുത്തലാഖ് ബില്ല് നരേന്ദ്രമോദി കൊണ്ടുവന്നു. മതനിരപേക്ഷ ശക്തികളെല്ലാം അതിനെതിരെ കൃത്യമായ നിലപാടെടുത്തു. പക്ഷേ കോൺഗ്രസ് അതിന്റെ കൂടെ ഉണ്ടായില്ല. പൗരത്വ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ BJP ഗവൺമെന്റ് ഒരു നിലപാടെടുത്തു.
ഇപ്പൊ ചില പ്രഖ്യാപനങ്ങൾ അമിത്ഷാ നടത്തുകയും ചെയ്തിരിക്കുന്നു. അല്ല, അതിപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ സമീപനമാണല്ലോ. നികേഷ് തുടങ്ങിയപ്പോൾ പരാമർശിച്ചൊരു ഭാഗം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഉള്ള അനുഭവമാണ്. അരവിന്ദ് കെജ്രിവാളിനെ ആരാ ജയിലിലേക്ക് നയിച്ചത്? കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് അത് പലപ്പോഴും മാധ്യമങ്ങൾ പരാമർശിച്ച് പോകുന്നു എന്നല്ലാതെ തുടർച്ചയായി വരുന്നില്ലല്ലോ. അത് നമ്മൾ അത്തരം വസ്തുതകൾ, അതാണ് ഒരു പ്രധാനപ്പെട്ട. ഇപ്പോൾ ഞങ്ങൾ ഈ നിയമസഭയിൽ ആദ്യം ബാലഗോപാലും ഞാനും രാജേഷും ഇങ്ങനെ അടുത്തടുത്തിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ സ്വരാജിനൊക്കെ അറിയാവുന്നതായിരിക്കും. ഒരു പഴയ കഥ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ ബാലഗോപാൽ സഭയിൽ അത് പറയുകയുണ്ടായി. ഒരാൾ പ്രസംഗിക്കുകയാണ്, നല്ല പ്രസംഗം. അപ്പോൾ പൂമുള്ളി നമ്പൂതിരി ഇത് കേൾക്കാൻ ചാരുകസേരയായിട്ട് വന്ന് അദ്ദേഹം അതെല്ലാം വന്ന് മുറുക്കാഞ്ചോലുണ്ട്, ആടൊക്കെയുണ്ട്. പ്രസംഗം കഴിഞ്ഞപ്പോൾ പ്രാസംഗികനോട് തിരുമേനി അവിടെ അദ്ദേഹം പ്രസംഗം കേൾക്കാൻ എത്തിയിട്ടുണ്ടോ? നേരെ ചെന്നു. തിരുമേനി എന്ന് വഴങ്ങി. അപ്പോൾ അദ്ദേഹം കസേരയ്ക്കായിട്ടാണ് പോണത്. എങ്ങനെയുണ്ട് തിരുമേനി പ്രസംഗം എന്ന് വെച്ചു. ഗംഭീരായിരിക്കുന്നു. കല്ല് വച്ച നോണ, സത്യമെന്ന മട്ടിൽ ഇത്രയും തന്മയത്വത്തോടെ പറയാൻ ഭൂലോകത്ത് വേറൊരാളും അങ്ങേപ്പോലും ഉണ്ടാവില്ല. ഇതാണ് അംഗീകാരം. ഇത് ബാലഗോപാൽ സഭയിൽ പറഞ്ഞു വന്ന് ഞങ്ങൾ ഇരുന്നതിന് ശേഷം. അപ്പോൾ പ്രതിപക്ഷ ശുഭത ഞാൻ കള്ളനാണെന്നാണോ നിങ്ങൾ വിളിക്കുന്നതെന്ന്. പക്ഷെ അന്ന് ഇത്രയും വന്നിട്ടില്ല. ഇപ്പോൾ സ്വരാജ് പറഞ്ഞ പോലെ അവസ്ഥയിലേക്ക് എത്തിയില്ല. പക്ഷേ ഇത് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ വലിയ പാടാണ്. ഒരു നോണ എത്ര നോണ ഒരു ദിവസം നമുക്ക് അപനിർമ്മിക്കാൻ പറ്റും? സത്യത അല്ല ഇതാന്ന് പറയാൻ പറ്റും? തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ട് അത് ബോധപൂർവമാണ്. അജ്ഞതയിൽ നിന്ന് വരുമ്പോഴല്ല, ബോധപൂർവം ഈ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കകത്തും കാണാൻ കഴിയും. ഇപ്പോൾ തൊട്ടപ്പുറത്ത് നോക്കൂ, ബുൾഡോസർ രാജ് വന്നില്ലേ? തെലങ്കാനയിൽ വന്നു, കർണാടകയിൽ വരുന്നു, എല്ലാ ദിവസവും വരുന്നു. ഇപ്പം എങ്ങനെയാണ്? നേരത്തെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് ആണെന്ന് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും അധികം പരസ്യം വന്നത് രാജസ്ഥാനിൽ നിന്നാണ്. രാജസ്ഥാനിലെ നേട്ടം ഗെലോട്ടിൻ്റെ, സച്ചിൻ പൈലറ്റിൻ്റെ നേട്ടങ്ങളാണ്. ഇപ്പോൾ നോക്കുക എല്ലാ ദിവസവും തെലങ്കാനയുടെ നേട്ടം വരുമ്പോൾ. ഇത് മാധ്യമ മാനേജ്മെൻറ്റ് എല്ലാവർക്കും അറിയാം. 3 ജാക്കറ്റ് കിട്ടി. ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ കർണാടകയുടെ. കാരണം അവിടുത്തെ ക്യാബിനറ്റ് പദവിയുള്ള ആളാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ വരാനിരിക്കുന്നുള്ളൂ. ഇതൊരു ടെസ്റ്റ് ഡോസേ പോന്നിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം മീഡിയ മാനേജ്മെൻറ്റിന് വേണ്ടി, നുണകൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സവിശേഷത ഈ മതനിരപേക്ഷ നിലപാട് സ്ഥായിയായി സ്വീകരിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക സ്വീകാര്യതയുണ്ട്. അത് പല ഘട്ടങ്ങളിലും നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രകളിലും എല്ലാം നമുക്ക് കാണാനും കഴിയും. ഒരു പ്രത്യേക സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയെയും ഇടതുപക്ഷത്തിൻ്റെ മതന്യൂനപക്ഷങ്ങൾക്കിടയിലും മതനിരപേക്ഷവാദികൾക്കിടയിൽ അംഗീകാരത്തെയും തകർക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. BJPയുടെ ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സ്വരാജ് പറഞ്ഞ പോലെ കേരളത്തിലെ BJP എന്നുള്ളത്, കോൺഗ്രസ് എന്നുള്ളത് RSS മനസ്സുള്ള കോൺഗ്രസ്സാണ്. ഇനിയിപ്പോൾ കാരശ്ശേരി മാഷ ദുഃഖം കോൺഗ്രസ് വന്നാലും BJPയുടെ ആയിരിക്കും. BJPയിലേക്ക് പോകാതെ തന്നെ BJPയുടെ കാര്യങ്ങളായിരിക്കും അവർ നിർവഹിക്കാൻ പോകുന്നത്. ഇപ്പോൾ ബീരൻ സിംഗ് ഇല്ലേ, മണിപ്പൂർ, എത്ര ഭീകരമായ വംശഹത്യയാണ് അവിടെ നടന്നത്. ബീരൻ സിംഗിന് ഈ മാനസികാവസ്ഥ അവിടെ നിന്ന് കിട്ടി. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിരുന്നല്ലോ, അവിടുത്തെ മന്ത്രിയായിരുന്നില്ലേ, അദ്ദേഹമല്ലേ BJP ചേർന്ന് മുഖ്യമന്ത്രിയായി മാറുന്നത്. അപ്പോൾ കടുത്ത ഒരു ഹിന്ദുത്വയുടെ ന്യൂനപക്ഷ വിരുദ്ധതയുടെയും വംശീയതയും വർഗീയതയും അതിശക്തമായി പ്രയോഗിക്കുന്ന ആളുകൾ പ്രസംഗത്തിലും പ്രവൃത്തിയിലും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ ആളുകളാണ്. അതിപ്പോൾ ഇദ്ദേഹമാകാം, അസം മുഖ്യമന്ത്രിയാകാം, ഏതൊരാളെ നോക്കിക്കഴിഞ്ഞാൽ പാർലമെൻറ്റിലെ പ്രസംഗങ്ങൾ കാണാം. അപ്പോൾ ഇത് ഒരു മനസ്സ്, RSS മനസ്സാണ് കോൺഗ്രസിനകത്തുള്ളത്. അപ്പോൾ ജയിക്കുന്ന BJP കോൺഗ്രസ് ആണ് തോക്കുന്ന കോൺഗ്രസിനേക്കാളും കേരളം ഭയപ്പെടേണ്ടത്. ഉദാഹരണത്തിന് ബീഹാറിൻ്റെ കാര്യത്തിലെടുത്താൽ, ബീഹാർ 95 സീറ്റിൽ മത്സരിക്കുമ്പോൾ ആ 90 പേര് അവിടെ നിൽക്കുന്നു, തോറ്റ 90 പേര് അവിടെ നിൽക്കുന്നു, ജയിച്ച 5 പേരാണ് അപ്പുറത്ത് പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അത് തേജസ്വി യാദവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞല്ലോ, കോൺഗ്രസ് ആയിരുന്നു ഞങ്ങൾക്കൊരു ഭാരമായി മാറിയത് എന്നുള്ളത്. കോൺഗ്രസിന് എവിടെയെങ്കിലും ഒരു മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നുണ്ടോ? അതല്ലേ കോൺഗ്രസിൻ്റെ അപജയം എന്നുള്ളത്. ഏത് ഘട്ടം നോക്കി ബാബറി മസ്ജിദ് തകർത്തതല്ലേ BJPയുടെ, നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വിശ്വാസ വോട്ടെടുപ്പിൽ BJPയുമായി ചേർന്ന് വോട്ട് ചെയ്തതും പിന്നെ ബാബറി മസ്ജിദ് തകർത്തതിന് സാക്ഷ്യം വഹിച്ചില്ലേ, എല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തില്ലേ. അന്നല്ലേ ദേശീയ കൗൺസിൽ ഏകകണ്ഠമായിട്ട് മുഴുവൻ ബ്ലാങ്ക് ചെക്കല്ലേ കൊടുത്ത്, സുർജിത്ത് പറഞ്ഞ പോലെ ബ്ലാങ്ക് ചെക്ക് കൊടുത്തല്ലോ. എന്നിട്ടും ബാരക്കിൽ പട്ടാളം പുറത്തേക്ക് ഇറങ്ങിയില്ലല്ലോ, നിശബ്ദനായി നിന്നില്ല, എല്ലാം തകർത്ത് തരിപ്പണമാകുമ്പോൾ കാത്തിരുന്നില്ലേ. അതാണ് നേരത്തെ തുടക്കത്തിൽ സ്വരാജ് സൂചിപ്പിച്ച ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷം കോൺഗ്രസിൽ നിന്ന് അകലുമ്പോൾ ശക്തിപ്പെട്ട അതിന് ശേഷമല്ലേ, 91 ശേഷവും മുൻപും എന്നുള്ള രൂപത്തിൽ 92 ഡിസംബർ 6 ശേഷവും മുമ്പും 99 സാമ്പത്തിക നയം വന്നു, 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. അതിനുശേഷമുള്ള വിഭജനം ഈ സാമ്പത്തിക മണ്ഡലത്തിലും ഇപ്പുറത്ത് മതനിരപേക്ഷ രാഷ്ട്രീയത്തിലും കാണാൻ കഴിയും. ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ ഒരു BJP മനസ്സുള്ള കോൺഗ്രസ് തന്നെ. ഇപ്പോൾ ഒരു യാത്ര നടന്നില്ലേ കേരളത്തിൽ, നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, കഴിഞ്ഞിട്ടില്ല.
കോൺഗ്രസ് കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ ഇതിനകത്ത്? BJPയുടെ വർഗീയതയ്ക്കെതിരെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ? വംശഹത്യ ഉൾപ്പെടെയുള്ള കാര്യം നടക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഏതെങ്കിലും ഒരു അറിയാതെ അബദ്ധത്തിൽ പോലും ഒരു BJP വിരുദ്ധ വാക്ക് പോലും വീഴാതിരിക്കാൻ എത്ര സൂക്ഷ്മ ജാഗ്രതയാണ്. പ്രസിഡന്റ് ഇവിടെ ആദ്യമായി വന്നപ്പോൾ അദ്ദേഹം BJPയുടെ നിലപാടുകാരനല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, കാരണം ഇവരെല്ലാം ശരിയായി BJP നിലപാടോടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെക്കാളും അത് ഉറച്ച BJP ആശയമുള്ള ആളുകളല്ലേ ഇവർ നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഒരു പൊതു സ്വീകാര്യത BJPക്ക് നേടിക്കൊടുക്കാനുള്ള ഒരു പ്രയോഗമാണത്. ആ പരാമർശം എന്നുള്ളത് BJPക്ക് അദ്ദേഹമാണല്ലോ ഇപ്പോൾ പറഞ്ഞത് ചെറുപ്പക്കാരെല്ലാവരും അങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ AI വീഡിയോ ആയിരുന്നു ആദ്യം കരുതിയത്. അപ്പോൾ അങ്ങനെ അത് അദ്ദേഹത്തിന് അറിയാതിരിക്കണമെന്നില്ല. ഇതെല്ലാം ഒരു ഇത്തരം നുണകളുടെ ഒരു പരമ്പര അടിച്ചു വിട്ട് ആളുകൾ ആശയക്കുഴപ്പമുണ്ടാക്കുക സോഷ്യൽ മീഡിയയുടെ ഒരു പ്രയോഗമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഒരു മഴയത്തെങ്കിലും സംഭവിക്കുന്നല്ലാതെ ഇപ്പോൾ ജനങ്ങൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങളല്ലേ. ഇപ്പോൾ വയനാട് കണ്ടില്ലേ, അല്ലെ ഏതെങ്കിലും മതം, രാഷ്ട്രീയം, ജാതി നോക്കിയിട്ടാണോ ഈ പുനരധിവാസം? ഒരു വശത്ത് നിങ്ങൾ മതം നോക്കിക്കൊണ്ട് ആളുകളുടെ വീടുകൾ ഇടിച്ച് തകർക്കുമ്പോൾ പ്രകൃതി ഉണ്ടാക്കിയ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക് മതവും ജാതിയും നോക്കാതെ അവർക്ക് ലോകത്തൊരിടത്തും ഇല്ലാത്ത ഒരു ടൗൺഷിപ്പ്, ഇതുവരെ മാതൃകയില്ലാത്തൊരു ആധുനിക സംവിധാനം ഒരുക്കി കൊടുക്കാൻ ഈ ഗവൺമെന്റിനെ കഴിഞ്ഞു. ഗവർണർ തന്നെ പറഞ്ഞു ഈ പൊങ്കാല ഒരു മതവിഭജനമില്ലാത്ത രീതിയിൽ ഉള്ള ഒരു കേരള സ്റ്റോറിയാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്നു. അതെ, റിയൽ കേരള സ്റ്റോറി അതാണ്. അദ്ദേഹത്തിന് പോലും നേരിൽ കാണല്ലേ. പാളയം പള്ളിക്ക് മുമ്പിലൊക്കെ ആളുകൾ പൊങ്കാല ഇടുകയാണ്, മറ്റേതെന്താ ടാർപോളിൻ ഇടുകയാണ് ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് എന്നുള്ള. അപ്പോൾ മതഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും നമുക്ക് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകൾ. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാടായ കേരളത്തിന്റെ പ്രതികരണം ഈ പൗരത്വ ഭേദഗതി നിയമം മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന് കേരളം ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു. ഈ സംഘപരിവാർ ശക്തികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല, നിശബ്ദരാകുകയുമില്ല. നമുക്ക് ഒന്നിച്ച് നീങ്ങാം, ഒന്നിച്ച് നീങ്ങിക്കൊണ്ട് ഇതിനെയെല്ലാം നേരിടാം. ഞാൻ ആദ്യത്തെ ചോദ്യം രാജീവിനോടാണ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി. ശ്രീ എം സ്വരാജ്, ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ രാഷ്ട്രീയമായ നല്ല ബോധ്യമുണ്ടാവും, പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വെള്ളപ്പൊക്കമാണ് വരുന്നത്. ദുരാരോപണങ്ങളുടെ, തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള പുതിയ ആഖ്യാനങ്ങളുടെ. അതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ അത് കാണില്ല. ഒരുപക്ഷെ ആരും തപ്പാനിറങ്ങാത്ത വലിയ ചുഴികളിലായിരിക്കും അതുണ്ടാവുക എന്നുള്ളതാണ്. അത് കേരളം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇപ്പം നിങ്ങൾ ഈ കാണിച്ച ദൃശ്യം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ ഒരു മുഹൂർത്തമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ മറവിൽ ഗണ്യമായൊരു ജനവിഭാഗത്തെ ഇന്ത്യക്കാരല്ലാതാക്കി മാറ്റാനുള്ളൊരു ഗൂഢപദ്ധതിക്കെതിരെ ഒരു ജനതയെ ആകമാനം സമരരംഗത്ത് അണിനിരത്തിയത് കേരളമാണ്. സത്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തിമത്തായ പോരാട്ടം ഇവിടെയാണ് നടന്നത്. അതിന് ഗവൺമെൻറ് എന്ന നിലയിലും ഇടതുപക്ഷം എന്ന നിലയിലും നേതൃത്വം കൊടുത്തു. അതിനെല്ലാം സാധിക്കുന്നത് ഈ സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ അടിയുറച്ച നിലപാടും പ്രവർത്തന ചരിത്രവും ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി RSS ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നത് 1968 മാവൂർ ഗോളിയോർ യൂണിവേഴ്സിലെ തൊഴിലാളിയായിരുന്ന CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം സുലൈമാനെ. അവിടം മുതൽ ഇങ്ങോട്ട് നൂറുകണക്കായ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു RSS. ത്യാഗനിർഭരമായ വീരസാഹസികമായ പ്രതിരോധവും നടന്നു. ആ ഏറ്റുമുട്ടി പിടിച്ചു കെട്ടിയതാണ് കേരളത്തിൽ RSSനെ വർഗീയ ശക്തികളെ. അത് ഇടതുപക്ഷത്തിൻ്റെ ജീവത്യാഗമാണ് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യവും വർഗീയവാദികൾക്ക് അങ്ങനെ ഞെളിഞ്ഞു നടക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാക്കിയത്. പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുൻപിൽ ഈ മഹത്തായ നാടിൻ്റെ ചരിത്രവും കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, അനുഭവങ്ങൾ, നമ്മൾ പിന്നിട്ട വഴികളൊക്കെ ബോധപൂർവം മൂടിവെച്ച് യാഥാർത്ഥ്യവുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത ഒരു പ്രതീതിയുടെ ലോകം സൃഷ്ടിക്കുകയാണ്. വ്യാജ പ്രചാരവേല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള, ഇപ്പോൾ കനകോലുവിനെ പോലെയുള്ള തെരഞ്ഞെടുപ്പ് മാനേജർമാരെ ഉപയോഗിച്ച് കോടികൾ ചെലവഴിച്ച് മാധ്യമങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തെലങ്കാന സർക്കാർ മുതലുള്ള കോൺഗ്രസ് സർക്കാരുകളുടെ ഖജനാവിലെ പണം കൊടുത്ത് പരസ്യരൂപത്തിൽ സ്വാധീനിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വെള്ളപ്പൊക്കമെന്നോ ഒരു പ്രളയം എന്നൊക്കെ പറയാൻ കഴിയുന്ന നുണയുടെയും തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങളുടെയും ഒക്കെ ഒരു വലിയ പ്രളയം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിൽ ഏറ്റവും പ്രധാനം ഈ ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലാണ് അവരുടെ. അതെ അതെ അതെ, അതിനാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും എല്ലാം വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. UDF-നോട് നമുക്കൊരു കാര്യമേ അഭ്യർത്ഥിക്കാനുള്ളൂ. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും കേരളത്തിലെ ന്യൂനപക്ഷത്തെ RSSൻ്റെ അറവുശാലയിലേക്ക് നയിക്കാൻ പാടില്ല. അതിന് ഈ നാടൊരിക്കലും മാപ്പ് തരികയുമില്ല. സത്യം ആവർത്തിച്ച് കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറയുക എന്നത് മാത്രമേ ഈ നുണയുടെ പ്രചാരവേലയെ മറികടക്കാൻ ഒരു വഴിയുള്ളൂ. എല്ലാ സംവിധാനങ്ങളെയും അളവറ്റ സമ്പത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ജനവിധിയെ അട്ടിമറിക്കാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. അതിനെ സത്യം കൊണ്ട് പ്രതിരോധിക്കുക എന്നല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ വേറെ മറ്റു വഴികളൊന്നുമില്ല. കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ബോധ്യമുള്ള മനുഷ്യരെ അണിനിരത്തി ഈ നുണപ്രചാരവേലയെ സത്യം കൊണ്ട് പ്രതിരോധിക്കുക, ജനങ്ങളെ ശരിയായ വസ്തുതകളിലേക്ക് നയിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നന്ദി. ശ്രീ എം സ്വരാജ്, ഒപ്പം തന്നെ ശ്രീ പി രാജീവ്.